സിറ്റി വിഷന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ആദ്യം ചിന്നക്കനാലിൽ നിർധന തൊഴിലാളികൾക്ക് ലൈവ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയതോടെ കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിൽ. പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വയ്ക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് വീട് നിർമ്മാണങ്ങൾ നിലച്ചത്. അധികൃതരുടെ കനിവും കാത്തു കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ. ഇത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗകണ്ടത്തുള്ള വൃദ്ധ ദമ്പതിമാരായ സെൽവറാണിയുടെയും പാണ്ഡിയുടെയും വീട്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കൊച്ചുകൂരയിൽ കിടക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു. പഞ്ചായത്ത് തുക അനുവദിച്ചതോടെ പഴയ വീട് പൊളിച്ച് സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച് താമസം ഇതിലേക്ക് മാറ്റി. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും. ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള NOC വേണമെന്നായി. ഇതോടെ കൈവശ ഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണവും നിലച്ചു. നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതമനുഭവിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ. വീടൊക്കെ മൊത്തം അത് മണ്ണും കെട്ട വെച്ച് പണിത വീടാ. പണ്ട് 10-30 ദിവസത്തിന് മുന്നേ ഉള്ള വീടാ. അപ്പൊ അത് പണിതുകൊണ്ട് മൊത്തം വീട്ടിലാണെങ്കിൽ പുറത്ത് എങ്ങനെ കിടക്കുന്നു അതുപോലെ അകത്ത് കിടന്ന്. അപ്പൊ ഒരു ലോൺ തരാന്ന് പറഞ്ഞ് കൊല്ല വീടും പൊളിച്ച് കളഞ്ഞു മൊത്തം. ഇപ്പൊ ഈ ഷെഡ് വെച്ചാൽ താമസിക്കുന്നത് ഞങ്ങള്. അതിപ്പോ ലോൺ തരികയല്ലെന്നാ പറയണേ. അത് നെടുകളത്തിന്ന് പൊസിഷൻ മേടിച്ചാലേ കിട്ടുള്ളൂ എന്ന് ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയായിരുന്നു. പോയപ്പോ പറഞ്ഞു അത് നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഭർത്താവ് പാണ്ഡിക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട്. സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി വീട് പണി പൂർത്തീകരിക്കുവാനും കഴിയില്ല. ഒന്നാമത് കെട്ടിയവന് കാഴ്ചയില്ലാത്ത ആളാ. ഈ കാഴ്ചയില്ലാത്ത ആളുകൊണ്ട് ഈ കാറ്റും മഴയത്ത് കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി ഒരു രാത്രി 1 മണിയായപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. വർഷമായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വയ്ക്കുന്ന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശ ഭൂമിയിൽ കിടക്കുന്ന ഇവർക്ക് ഈ ആനുകൂല്യവും ലഭിക്കുന്നില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.